സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണുന്ന ഈ വീഡിയോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനുണ്ട്. 1902 രാമവർമ്മ രാജാവ് സ്ഥാപിച്ചിട്ടുള്ള രാമവർമ്മ 15 സ്ഥാപിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ 1902 സ്ഥാപിച്ചത്. ഇതിപ്പോൾ പ്രവർത്തനമില്ല. 1990 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു. അപ്പം ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടെന്ന് എറണാകുളം ജില്ലയിലുള്ളവർക്ക് പോലും അധികം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നമ്മളിതൊരു മനോഹരമായ പ്ലേസാണ്. ഇതിപ്പം നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതായത് നമ്മുടെ വൃക്ഷങ്ങളും അതേപോലെ തന്നെ വള്ളിപ്പടർപ്പുകളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കാണാൻ വളരെ മനോഹരമാണ്. നല്ല തണുപ്പ്, നല്ല കൂളിംഗ് പ്ലേസാണ്. നമ്മളിങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് അവിടെ അനുഭവപ്പെടാറുണ്ട്. അപ്പം എറണാകുളത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. എറണാകുളം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയങ്ങൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ഇങ്ങനൊരു പ്രദേശമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം എൻ്റെ സുഹൃത്ത് സിബിൻ സാറാണ് ഇതെന്നെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹമാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അത് എല്ലാവർക്കും വന്ന് കാണാം. ഇതൊരു ചരിത്രപരമായിട്ടുള്ള വസ്തുത ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിൽ വരുമ്പം എത്തിയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഇതാണ് അദ്ദേഹം കാലുകുത്തിയ റെയിൽവേ സ്റ്റേഷൻ. മഹാത്മാഗാന്ധി മാത്രമല്ല, രവീന്ദ്രനാഥ് ടാഗോറും സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ വളരെയധികം സ്ഥാനമുള്ള കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ പഴയ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറയാം, നല്ല തണുപ്പാണ്. നമുക്കിവിടെ വന്നിരുന്ന് കാഴ്ചകൾ കാണാനും ഈ ഒരു പച്ചപ്പൊക്കെ നമുക്ക് ആസ്വദിക്കാനും നമുക്ക് സാധിക്കേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. വളരെ മനോഹരമായ പ്രദേശമാണ്. വളരെ ചില ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും അല്ല, പക്ഷേ ആൾക്കാരൊക്കെ വന്ന് കാണാറുണ്ട്. ചരിത്ര സ്മാരകമായി സൂക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ്. പക്ഷെ അതെന്തുകൊണ്ടോ ടൂറിസം വകുപ്പും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒന്നും അതിനെ സംരക്ഷിച്ച് കാണുന്നില്ല എന്നുള്ളതാണ്. കണ്ടോ, നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ റെയിൽവേ പാളമാണ്. അതിപ്പോൾ പ്രവർത്തന പാളം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതും കുറച്ച് നാളും കൂടെ ആയുസ് കാണുകയുള്ളൂ. ഇതും എടുത്തു മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന അതാണ്ട് ഈ ബിൽഡിംഗ് ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്. അപ്പം ഇത് ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ താഴെ വീടുന്നുള്ള അവസ്ഥ നിൽക്കുകയാണ്. നമുക്ക് അത്യാവശ്യം അതോട്ട് കയറാനൊന്നും പറ്റില്ല. അതോട്ട് കയറിക്കഴിഞ്ഞാൽ പാമ്പും പഴുതാരയും ഒക്കെ ഉള്ള ഒരു ഇടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ഉള്ളിലോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമുക്കത് വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇത് ചരിത്രത്തിൽ പ്രാധാന്യമുള്ളൊരു പ്രദേശമായതുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതിനെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. എല്ലാവരും